ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഓഫീസിൽ നിന്ന് ലേഡീസ് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയി ഇഫ്താർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫീസിലുള്ള ഇഫ്താർ നമുക്ക് കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു, അതായത് നോമ്പ് ഫസ്റ്റിൽ തന്നെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ വേൾഡ് ഹാപ്പിനെസ് ഡേ ഉണ്ടായിരുന്നല്ലോ, അന്നാണ് കേട്ടോ പുറത്ത് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓഫീസൊക്കെ കഴിഞ്ഞ് 4:30 വരെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവുകയാണ് ചെയ്തത്. കോട്ടക്കൽ അറേബ്യ മജ്ലിസിലായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം 5:30 ഒക്കെ ആയപ്പോഴാണ് അങ്ങോട്ട് പോയത്. ഇനി ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇഫ്താറിൻ്റെ ഇപ്പം എല്ലാവരും പഴയ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പം എല്ലാവരും ഈ ഒരു ഇഫ്താർ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കൂടുന്ന ഒരു ട്രെൻഡായി മാറിയാണ്. അപ്പോൾ അവരവിടെ അറേഞ്ച് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തിയത്. പക്ഷെ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബെൻസിയാണ് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതും ഒക്കെ കേട്ടോ. നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഓഫീസിൽ മുമ്പ് തന്നെ നമ്മൾ ഇഫ്താറൊക്കെ കഴിഞ്ഞതാണ്, നോമ്പ് ഫസ്റ്റിന് തന്നെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അന്ന് വരാൻ പറ്റാത്തവർക്കും പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുണ്ടായ ഒരു പ്ലാനാണിത്. ഞാൻ പറഞ്ഞു പെട്ടെന്നുണ്ടായതാണ്, നമ്മളൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഇത് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ക്രെഡിറ്റൊക്കെ ബെൻസിക്കും സുൽഫത്തിനും ആയിരുന്നു. സ്പോൺസർ ചെയ്ത ഈ ഇഫ്താറിനെ കുറിച്ച് ഫസ്റ്റ് സ്പോൺസർ തന്നെ സംസാരിച്ചോട്ടെ. ബെൻസി, വാട്ട് അബൌട്ട് ദ ഇഫ്താർ പ്രോഗ്രാം? വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഇഫ്താറിന് ക്ഷണിക്കാൻ പറ്റിയതിന്, സ്പോൺസർ ചെയ്യാൻ പറ്റിയതിന്. ഇനി ബാക്കി ഞാൻ ഇതിന്റെ ഫിനാൻഷ്യൽ മാനേജർ. വളരെയധികം നന്ദി കൊള്ളുന്നു. താങ്ക് യു. പോകുമ്പോ എല്ലാവരും ക്യാഷ് ബാക്കി തെറ്റില്ലേണേ. ഇനിയും ഇതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. ഞാനും അതിനെപ്പൊടി പ്ലസ് ഇന്ന് ഹാപ്പിനെസ് ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാരും കുറച്ച് സമയം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അത് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കോട്ടെ. വിച്ച് ഇസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്? അപ്പോൾ ഗായ്സ്, എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു വീഡിയോ മിസ്സായി പോയിട്ടോ. ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ May 22 നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ 2 കേക്കായിരുന്നു. എസ്ആറിന്റെ വകയും ഷെർമിന്റെ വകയും. ശരിക്കും കരഞ്ഞു. ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചത്. കേക്ക് മുറിക്കാന്നുള്ളൊരു ടാസ്ക് അല്ല അവിടെ ഭയങ്കര രസമായിട്ട് തോന്നിയത്. എന്തോ ഒരു ആരൊക്കെയോ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ വിചാരിച്ചത് നമുക്ക് ആരും ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ മനസ്സിൽ വരാറ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മളെ കൂടെ ഒരുപാട് ആൾ യാഥാർത്ഥ്യം ലഭിച്ചു. നമ്മളെ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഓരോ കൂടെ ഫോളോ ചെയ്യാൻ നോക്കുക. ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ആലോചിച്ചിട്ട് ഓരങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചാണ്ട് വെറുതെ നമ്മളെ ഹാപ്പി മൊമെന്റ് ഇതിനെ കളയുന്നു. ലൈഫ് ഒന്നുള്ളൂ, സ്ഥലം ഒന്നും വരില്ല. ലൈഫ് ഒന്നുള്ളൂ, ഇഷ്ടമുള്ള ഫ്രണ്ട്സാളും കൂടെ പോകുന്നതന്നെയാണ്. ഞാൻ കുറെ മൊമെന്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ പ്രതീക്ഷിക്കാം നമ്മളെ കൂടുതല് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്താലും നമ്മളെ പാരന്റ്സ് ആയിട്ട് കാണുന്ന ഒരു ആക്ഷൻ അവര് നമുക്ക് എന്താ പറയാ, അപ്പൊ നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്താലും അവർക്ക് സന്തോഷം അത് കാണുന്നത്. വയസ്സിലായ ഒരാളുണ്ട് എനിക്കാണ് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാത്തിലും ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാണ് ഞാൻ. എന്താണെങ്കിലും അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരിക്കണേ, സുൽഫത്തിന്റെ കേസില് എല്ലാ കാര്യവും ഓൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഓള് ലൈഫ്. ഹസ്ബൻഡ് സപ്പോർട്ടോടാണ് എന്താ എനിക്ക് അറിയില്ല. എന്ത് കാര്യമായാലും ഓള് ഇഷ്ടത്തിനാണ് ഓള് ലൈഫ് ഫോളോ ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ജീവിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഹാപ്പിനെസ്. എനിക്കും അതന്നെ പറയാനുള്ളൂ. അല്ല, അങ്ങനെ എന്താ പറയാ, ഞാനും എല്ലാത്തിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളുണ്ട്. ഞങ്ങളിതൊരു കരഞ്ഞിട്ടേ ഇല്ല, അറിയോ? അങ്ങനല്ല, അതാണ് നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയൂല. നമ്മള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴോ
ഓക്കെ അപ്പൊ പിന്നെ ഇനി നമുക്ക് സംസാരിക്കണം നമ്മളെ പരിപാടി ഹാപ്പിയസ്റ്റ് മൊമെന്റ് കേൾക്കാൻ വളരെയധികം ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒന്നത് എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇപ്പൊ ഇഫ്താറിന് ഫസ്റ്റ് ഇഫ്താറിന് ഇപ്പൊ എനിക്കും ഫാമിലാകും കൂടാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും പെട്ടെന്നല്ലേ അല്ലെ, നമ്മള് പെട്ടെന്ന് തന്നെ ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ ഭയങ്കര പിന്നെ നമ്മുടെ ഹാപ്പിനെസ് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സിന്റെ ഹാപ്പിനെസ്, നമ്മള് വഴി അവർക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ. പിന്നെ എല്ലാറ്റിലും സന്തോഷം, സങ്കടം ഇല്ല എന്നല്ല, സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഹാപ്പിയാണ്. ഹാപ്പിനെസ് പറഞ്ഞാൽ ഇപ്പത്തെ പറഞ്ഞാല് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൈക്ക് ഷിഫാനന്റെ സിൽപ്പത്തിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല എടുക്കല്. പക്ഷെ രണ്ട് തലമാരും അങ്ങനെ ആലോചിച്ച് അപ്പൊ ഞാനും അതേപോലെ തന്നെ എടുക്കുള്ളൂ. അത് ഞങ്ങൾ മൂന്നാളൊരു പ്രശ്നം, അത് ഞങ്ങൾക്ക് ഞങ്ങളെ അഭിമാനം എടുത്തുനിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ അത് മാറ്റണം. അത് മാറ്റിട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് വെക്കണം എന്നുണ്ട്. പിന്നെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾ ഓഫീസിൽ വരുമ്പോ തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ആളോട് ചൂടായിട്ടെങ്കിലും എനിക്ക് അവിടെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ് എന്താന്ന് പറയുന്ന വീഡിയോയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന വരെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. ചെറിയ പ്ലാനിങ്ങിന്റെ പുറത്ത് ഇത്രയും വലിയൊരു സംഭവം നടന്നതിൽ ഞാൻ വളരെ ഹാപ്പി. പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടർ മാത്രമേ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് വന്നിട്ട് മെയിൻ കോഴ്സ് മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അറബി മജ്ലിസ് പോയവർക്ക് അറിയുണ്ടാവും, അവിടെ മന്തി തന്നെ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ ഞങ്ങളും തന്നെ നമ്മൾ ഫുഡിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഇഫ്താർ കൂടാന്നായിരുന്നു. നമ്മൾ ബീച്ചൊക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഓഫീസിൻ്റെ ഇഫ്താർ പാർട്ടി വന്നിരുന്നത് നമ്മളൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഹോട്ടലിൽ വെച്ചിട്ടാവാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും അറേഞ്ച് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോട്ടക്കൽ തന്നെ വേണമെന്നും നിർബന്ധമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അറബി മജ്ലിസിലെ മന്തി അടിപൊളി തന്നെയാണ്, നമ്മൾ മുമ്പും കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഹണി അൽഫാം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനീനക്ക് നല്ല വിഷമമുണ്ട്, നിങ്ങളെ പോലല്ല. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കായിരുന്നു കേട്ടോ. ചെറിയ മക്കളായിട്ടൊക്കെ ആണല്ലോ നമ്മൾ വന്നത്. പിന്നെ തറാവിയൊക്കെ മിസ്സാവുമെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നിട്ടില്ല. പിന്നെ മന്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് ടയേർഡായി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോവുണ്ടായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.